ശ്രീ സുരേഷ് ഗോപി ഭരത് ചന്ദ്രൻ തെറ്റാണെങ്കിൽ എന്നോട് പുറത്തു സമ്മാനിക്കാൻ സാധിച്ചു എന്ന് അതിലേറെ ആഹ്ലാദകരം. അഞ്ചാമത് വെൺപാലവട്ടത്തമ്മ ശ്രീചക്ര പുരസ്കാരം ശ്രീ ഭരത് സുരേഷ് ഗോപിക്ക് സമർപ്പിക്കുവാൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വെൺപാലവട്ടം ക്ഷേത്ര സന്നിധിയിലെത്തി. പുരസ്കാരം സ്വീകരിക്കുവാനെത്തിയ സുരേഷ് ഗോപിയെ കാണുവാൻ ജനലക്ഷങ്ങൾ തടിച്ചുകൂടി. പ്രിയ സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വന്ദനം. വെൺപാലവട്ടം ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം പ്രമാണിച്ച് നടത്തുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ സംബന്ധിക്കാൻ അതിയായ സന്തോഷം ഉണ്ട്. ഈ യോഗത്തിൽ വച്ച് മുൻ രാജ്യസഭാ അംഗം ശ്രീ സുരേഷ് ഗോപിക്ക് ശ്രീ ചക്ര പുരസ്കാരം സമ്മാനിക്കാൻ സാധിച്ചു എന്ന് അതിലേറെ ആഹ്ലാദകരം. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും നന്ദി ഞാൻ അറിയിക്കുകയാണ്. സിനിമാ ജീവിതവുമായി ബന്ധപ്പെട്ട് തേടിയെത്തിയിട്ടുള്ള ഖ്യാതികളിൽ പോലും പകുതിയിൽ കൂടുതൽ ഏറ്റുവാങ്ങാൻ ഉള്ള മാനസികാവസ്ഥ ഉണ്ടായിട്ടില്ല. വളരെ ശാസ്ത്രീയമായി തന്നെ പ്രഖ്യാപിക്കപ്പെട്ട പുരസ്കാരങ്ങൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. സംസ്ഥാന അവാർഡായാലും ദേശീയ അവാർഡായാലും ഏറ്റവും അധികം ഇതിനോടൊപ്പം തന്നെ ഞാൻ വിലമതിക്കുന്ന ക്രിട്ടിക്സ് അവാർഡായാലും അങ്ങനെയുള്ള അവാർഡ്, അത് കഴിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രദേശത്ത് വിഹരിക്കുവാൻ തുടങ്ങിയതിനു ശേഷം എത്തിയ പുരസ്കാരങ്ങളെല്ലാം തന്നെ മിക്കവാറും ഒരു 99% വളരെ ഹൃദ്യമായി സ്നേഹത്തോടെ നിരസിച്ചിട്ടില്ല. പക്ഷെ സ്വീകരിക്കാൻ ഞാൻ എത്തിയിട്ടില്ല. പലതും എൻ്റെ മക്കളോ എൻ്റെ സഹധർമ്മിണിയോ ഒക്കെ തന്നെയാണ് പോയി സ്വീകരിച്ചിട്ടുള്ളത്. അതിനോട് ഒരു വലിയ മര്യാദ കൽപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, അതിന് പലപ്പോഴും അതിനുവേണ്ടി ആവരുത് എൻ്റെ പ്രവർത്തനങ്ങളെന്ന് തോന്നിയതിൻ്റെ പശ്ചാത്തലത്തിലാണ്. സുരേഷ് ഗോപി അവരുടെയും വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. May all the blessings of Venkalavattamma be with you. I would like to invite Honorable Governor of Kerala, Shri Arif Muhammad Khan, to present the award of 1 lakh rupees and the memento to Shri Bharat Suresh Gopi. എൻ്റെ ഒരു
പരിലാളനത്തിന്റെ, സ്നേഹത്തിന്റെ, ആദരവിന്റെ എന്ന് ഞാൻ അവസാനമായി പറയും. ഇതെല്ലാം പേർന്ന ഒരു മുദ്ര എൻ്റെ കയ്യിലേക്ക് ആ മഹാമേരു എൻ്റെ കൈകളിലേക്ക് പകർന്ന് നൽകിയപ്പോൾ സത്യത്തിൽ അതിനുള്ള ഭാരം എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഹൃദയ നിശ്ചയത്തിന്റെ ഭാരമായിട്ടാണ് എനിക്ക് എൻ്റെ കൈകളിലേക്ക് ഏറ്റുവാങ്ങിയപ്പോൾ എനിക്ക് തോന്നിയത്. That Shri Suresh Gopi transcended his cinematic identity from a justice-seeking Bharat Chandran to become an ideal Bharat Putran. ഭാര്യയ്ക്കാവുന്നില്ലേ എന്ന് ചോദിച്ചെങ്കിൽ അതുതന്നെയാണ് അവൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഞാൻ അമ്മയുടെ സാമീപ്യത്തിൽ, അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, അമ്മയുടെ ഈ സാന്നിധ്യത്തിൽ, ദിവ്യ സാന്നിധ്യത്തിൽ ഞാനിത് സ്നേഹപൂർവ്വം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുവാദത്തോടുകൂടി ഞാനിത് രാധികയ്ക്ക് ഹൃദയം കൊണ്ട് കൈമാറുകയാണ്. തെറ്റാണെങ്കിൽ എന്നോട് കുറയ്ക്കരുത്. രാഷ്ട്രീയം മറ്റൊന്നുമല്ല. രാഷ്ട്രീയം എന്ന് പോലും പറയാൻ പാടില്ല. അത് രാഷ്ട്ര സേവന മേഖലയാണ്. സേവനം മാത്രമായിരിക്കണം ഉന്നം എന്ന് പഠിപ്പിച്ച എൻ്റെ നേതാവിൻ്റെ പാദങ്ങളിൽ ഞാൻ ആദരവ് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിനൊരു തീരുമാനമെടുത്ത ക്ഷേത്രത്തിന്റെ കമ്മിറ്റിക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സുഹൃത്തും സഹോദര തുല്യനുമായ ശ്രീ വിജു രമേഷിനും ഇത് എനിക്ക് സമ്മാനിച്ച് അതിന് സാന്നിധ്യം കൊണ്ട് ബലമേകിയ എല്ലാവർക്കും, ഗവർണർ അടക്കമുള്ള ഈ വേദിക്കും അത് കൃത്യമായി അതിന് പിന്തുണയേകിയ നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ നന്ദി മാത്രം അറിയിക്കുന്നു.